വസീഫ്, എല്ലാവരുടെയും ആരോപണങ്ങൾക്ക് മറുപടി നൽകാം. അതോടൊപ്പം എങ്ങനെയാണ് ഈ അഭിലാഷ് ഡേവിഡ് തിരിച്ചു കയറുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അയാൾ CPM അനുഭാവിയാണ്, പഴയ DYFI ആണ്, SFI ആയിരുന്നു. എന്നിട്ട് ഈ വഞ്ചൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ സ്ഥിരം സന്ദർശകനാണ് എന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ ആരോപിച്ചിരിക്കുന്നത്. അയാൾ പുറത്താക്കപ്പെട്ട ഒരു പോലീസുകാരനാണെങ്കിൽ തിരിച്ചു കയറിയതും സ്വാഭാവികമായും ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സംശയിക്കാം. അങ്ങനെയല്ലെങ്കിൽ അങ്ങേക്ക് വിശദീകരിക്കാം. ഓക്കെ, ഏതായാലും ഇവിടെ ചർച്ചയില് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് സ്മൃതി, അതുപോലെ തന്നെ നജാഫ്, ജോർജ് സാറ്, പിന്നെ പോലീസ് പ്രതിനിധി എന്ന് പറയുന്ന ആളും. ഏതായാലും കേൾക്കുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ തന്നെ ഞാൻ പറയുന്ന സമയത്ത് വല്ലാതെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന അവതാരക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അത് നടക്കട്ടെ. പക്ഷെ എന്റെ ഒരു ബാധ്യതയുണ്ട് ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണം എന്നുള്ളത്. ഞാൻ ഇവിടെ പറയാം. 16/1/2023 ഈ പറയുന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുന്നത്. 22 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പോലീസിലേക്ക് തിരിച്ചെടുക്കുന്നത്. അതും അദ്ദേഹത്തിന് ലോക്കൽ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ക്രമസമാധാന ചുമതല നേരിട്ട് ജനങ്ങളുമായി ബാധിക്കുന്ന ലോക്കൽ സ്റ്റേഷൻ കൊടുക്കാതെ മാറ്റി നിർത്തിയതാണ്. ഇവിടെ 6 CIമാരും 10-ലധികം SIമാരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഈ ഹർത്താലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇവിടേക്ക് വിളിച്ചു വരുത്തി പോലീസിനെ അവിടെ വിന്യസിക്കുന്നത്. പിന്നെ ഈ പോലീസുകാരൻ കുറ്റക്കാരനാണ് എന്ന് ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് ജോർജ് സാറ് പറയണമെന്നില്ല, വേറെ ആരും പറയണമെന്നില്ല, അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ അദ്ദേഹത്തിന്റെ മറ്റെന്തെങ്കിലും മികവോ ഒന്നും അതിലൊരു ബാധകാവില്ല. അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബോധ്യപ്പെടും, അതിലൊരു തർക്കവും വേണ്ട. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം UDFനെ നേരിടാൻ, പ്രത്യേകിച്ച് വടകര താലൂക്കിൽ ഒക്കെ നേരിടാൻ ഞങ്ങൾക്ക് ഒരു പോലീസിന്റെ ആവശ്യമില്ല. അങ്ങനെ നേരിടണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ. അല്ല, 2023 ജാനുവരി 20 പത്രവാർത്തയാണ് ഈ 3 പോലീസുകാരെയും പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. അതുകൂടി അങ്ങ് വിശദീകരിച്ചിട്ട് അങ്ങ് ബാക്കി പറഞ്ഞോളൂ. അത് പറഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ആ പത്രവാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. എന്റെ കയ്യിൽ ഒരു ഓർഡർ ഉണ്ട് അവരെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ പിരിച്ചുവിട്ടു എന്നുള്ള അറിവ് എന്റെ കയ്യിൽ എനിക്കില്ല. സസ്പെൻഡ് ചെയ്തു, ആ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് നടക്കട്ടെ. അതല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതല്ലല്ലോ പ്രശ്നം. ഒരു അക്രമത്തിൽ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാവുകയും പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞു, പ്രചരിപ്പിച്ചു എന്നൊക്കെ ജോർജ് സാറൊക്കെ പറഞ്ഞു. അതുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഞങ്ങൾ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആരാണ് ഷാഫി പറമ്പിൽ, ആരാണ് രാഹുൽ മാങ്കൂട്ടം എന്ന നല്ല ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഈ കേരളത്തിലെ ജനങ്ങളിൽ അമിതമായി വലിയ ഭക്തി കോൺഗ്രസിനോടോ, എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസ് സംവിധാനം വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കാത്തവർക്കും ഒക്കെ നല്ല ബോധ്യം ഉണ്ടാവും. അതിന്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്, വ്യാജ ഐഡന്റിറ്റി കാർഡ്. അത് മാത്രവുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കിയതിനു ശേഷം ഈ പറയുന്ന MP അഭിപ്രായം ചോദിച്ച സമയത്ത് ഒരക്ഷരം മിണ്ടാതിരുന്ന MP-ക്കെതിരെ പ്രതിഷേധവും പ്രകടനവും ഒക്കെ വന്ന സമയത്ത് അദ്ദേഹം കാണിച്ചൊരു പെർഫോമൻസ് ഉണ്ട്, ഒരു ഷോ ഉണ്ട് വടകരയിൽ. അന്ന് തന്നെ വൈകുന്നേരം പേരാമ്പ്രയിൽ നടത്തിയ ഒരു നൈറ്റ് മാർച്ച് ഉണ്ട്. മറ്റൊരു കാര്യത്തിന് ആ നൈറ്റ് മാർച്ച് നടത്തിയത് സ്മൃതിക്ക് നിങ്ങളുടെ ഫയലിൽ പരിശോധിക്കാം. ആ നൈറ്റ് മാർച്ചിനൊടുവിൽ അവിടെയും അന്ന് ഈ പോലീസിനെയും ഒക്കെ വകഞ്ഞു മാറ്റി മാധ്യമ പ്രവർത്തകരെ, അതും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനെയും കൈരളി ചാനലിനെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് അടിക്കാൻ, മർദ്ദിക്കാൻ കോൺഗ്രസിന്റെ UDFന്റെ ഷാഫി ടീം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാ. ഞങ്ങൾ അവിടെ ഇടപെട്ടിട്ടില്ല. പോലീസും അവിടെ വലിയൊരു ലാത്തി ചാർജിലേക്കൊന്നും അന്നും പോയിട്ടില്ല. അതിന്റെ തുടർച്ചയാണ് പേരാമ്പ്രയിൽ ഉണ്ടായ ഈ സംഭവം. ഈ സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു യൂണിയൻ പോലും ജയിച്ചിട്ടില്ല, ഒരു സീറ്റ് മാത്രം. അതാണ് ഒരു യൂണിയനിൽ, സ്മൃതിയൊക്കെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതാണല്ലോ. തുടർച്ചയായി ജയിക്കുന്ന ക്യാമ്പസുകളിൽ ഏതോ 1-2 സീറ്റൊക്കെ ജയിക്കും, പക്ഷേ യൂണിയൻ തോറ്റിട്ടില്ല. യൂണിയൻ SFI ആണ്. എന്നാൽ കുന്നമംഗലത്ത് നേരത്തെ ഞങ്ങൾ തോറ്റതാണ്, ക്രിസ്ത്യൻ കോളേജിൽ നേരത്തെ SFI തോറ്റതാണ്, കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിൽ SFI തോറ്റതാണ്. എന്നാൽ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ SFI തിരിച്ചു പിടിച്ചു. ഇവരിപ്പോ പറയുന്ന വലിയ മഹാത്മ്യം, ഇവരൊക്കെ ഇവരുടെ കൂടെയാണ് എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചുവരവ് SFIക്ക് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു യൂണിയന്റെ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളത് ശരി, UDSF ആണ് ജയിച്ചത്. അതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി ജയിച്ചതാണ്, ചെറിയ വോട്ടിന്.
അതിനെ അവര് കാട്ടിക്കൂട്ടിയ പുകിലുകളാണ് നമ്മൾ ഈ തെരുവിൽ കണ്ടത്. പക്ഷേ വസീഫ് ഒരു കാര്യം, വസീഫ് നിങ്ങളൊരു പ്രകടനം നടത്തി, നിങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു, നിങ്ങളൊരു പ്രകടനം നടത്തി, അതേപോലെ അനുമതിയുള്ള പ്രകടനമാണ് അവരും നടത്തിയത്. വസീഫ്, അവർക്ക് പ്രകടനം നടത്തിക്കൂടാ, നിങ്ങൾക്കാകാമെന്നാണോ? അല്ല, അതാ എന്തൊരു അസ്വസ്ഥത എങ്ങനെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവർക്ക് പ്രകടനം നടത്താൻ പാടില്ല എന്നല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. ഞങ്ങളുടെ SFIയുടെ കുട്ടികൾ പ്രകടനം നടത്തി പേരാമ്പ്രയിലേക്ക് വന്നു. അതിന് പുറകിൽ MSFന്റെയും UDSFന്റെയും ജമാഅത്തിന്റെ ഇവരുടെ എല്ലാവരും കൂടി ഉള്ള പ്രകടനം വന്നു. അവിടെ ചെറിയ സംഘർഷങ്ങളും മുണ്ടും നീക്കും പോലീസ് രണ്ട് ഭാഗത്തേക്ക് മാറ്റുന്നു. ആ സാഹചര്യത്തിൽ അതിന്റെ പേര് പറഞ്ഞ് പിറ്റേന്ന് നിങ്ങളുടെ പ്രകടനം നിങ്ങളുടെ കുട്ടികളുടെ പ്രകടനം അങ്ങോട്ട് കഴിഞ്ഞു. അല്ല, ചോദിക്കുകയാണ്, വ്യക്തത വരുത്തി പോണല്ലോ വസീഫ്. നിങ്ങളുടെ പ്രകടനം നിങ്ങളുടെ പ്രകടനം സമാധാനപരമായി അവിടെ അവസാനിച്ചെങ്കിൽ ഈ പറയുന്ന UDFന്റെ പ്രകടനം തമ്മിലായിരുന്നു സംഘർഷം. എന്താണ് ഈ പറയുന്നത്? അവരാരോട് സംഘർഷം ഉണ്ടാക്കണം? പ്രകടനം നടത്തി അല്ല, അവിടെ സംഘർഷം ഉണ്ടായി പോട്ടെ, സംഘർഷം ഉണ്ടായി ആയിക്കോട്ടെ, ഒരു ചർച്ചയിൽ സംഘർഷം ഉണ്ടായി എന്നല്ല കണക്കൂട്ടാം. അതിന്റെ പേരിൽ അവിടെ അല്ല, ഞാനും പറഞ്ഞോട്ടെ, നജാഫ് പറഞ്ഞതിലൊക്കെ വസ്തുതാപരാ, എല്ലാം കള്ളത്തരല്ലേ, ഞാനതിലൊന്നും ഇടപെട്ടിട്ടില്ല. നിങ്ങളുടെ സമയത്ത് പറ. ഞാൻ വസ്തുതാപരമായി എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പേരാമ്പ്രയിൽ നിങ്ങൾ സംഘർഷമുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിറ്റേന്ന് ഞാനും പറഞ്ഞോട്ടെ, അല്ല ഞാനും പറഞ്ഞോട്ടെ, എന്നിട്ട് ആ MES കോളേജിൽ എന്തിനാ KSക്കാരനെ പുറത്താക്കിയത്? SFIക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ? വെറുതെ എന്തേലും വിളിച്ചു പറയല്ലേ? നിങ്ങളുടെ ഇപ്പോഴും പരസ്യമായി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പ്രകടനം സമാധാനപരമായി കലാശിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോയി, അപ്പുറത്ത് UDF ഒരു പ്രകടനം നടത്തുമ്പോൾ തമ്മിൽ തല്ലിന്നാണോ പറഞ്ഞു വരുന്നത്? അദ്ദേഹത്തിന് മൈക്ക് ഓഫാക്കി സ്മൃതി, അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഒന്നും സംസാരിച്ചില്ലല്ലോ. വളരെ നല്ല രീതിയിൽ സ്മൃതിയും ഇടപെടുന്നു, നജാഫും ഇടപെടുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? വസീഫ് പറയൂ, വസീഫിന്റെ സമയം സംസാരിക്കാൻ അനുവദിക്കും. ഞാൻ സൂമിലാണ്, ഞാൻ പറഞ്ഞു ഇതുണ്ട്, പ്രയാസമുണ്ട്. ഓക്കെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും എല്ലാം പിന്തുണയോടുകൂടി നടത്തി കൊണ്ടുവന്ന് അവിടെ ഒരു വലിയ കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം ഹർത്താൽ ദിവസം ഇവര് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു. എന്തിനാ ആക്രമിച്ചത് പറയണ്ടേ? ഇവർ ഈ ഷാഫി പറമ്പിൽ മറുപടി പറയണ്ടേ? ആ ആക്രമിച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, ലൈഫിന്റെ പേരിൽ വീട് കൊടുത്തത് ഞങ്ങളുടേതെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ വേണ്ടി ഇതേ MP വന്നു. അത് ആ ജനം പറഞ്ഞു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ. അത് വലിയ ജാള്യതയുണ്ടാക്കി. ആ ജാള്യത മറക്കാൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ ആളെ വിട്ടു. അത് കഴിഞ്ഞ് അതിന്റെ പ്രതിഷേധം എന്നോണം ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു നാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം ജനപ്രതിനിധിയല്ലേ, അവിടെ അദ്ദേഹത്തിന് മർദ്ദിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കും. ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അധികാരം ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനം നിങ്ങൾ കണ്ടല്ലോ, നൂറുകണക്കിന് ആളുകളുടെ പ്രതിഷേധ പ്രകടനം, അതും ആ പേരാമ്പ്ര ടൗണിൽ. എന്നിട്ട് പോലീസ് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ മാറി നിന്നു, അപ്പുറത്തേക്ക് പിരിഞ്ഞുപോയി. ആ സാഹചര്യത്തിൽ വീണ്ടും വരുന്ന ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം, ആ പ്രകടനം അവിടെ വന്നു, അവിടെ റോട്ടിലിരിക്കുക. ആർക്ക് വേണ്ടി? ആരെ കാത്തിരുന്നതാ? ഷാഫി പറമ്പിലിനെയും ഈ DCC നേതൃത്വത്തെയും ഒക്കെ കാത്തിരിക്കുക. ആ പ്രകടനമാണ് പിന്നീട് എണീറ്റ് അക്രമാസക്തമാകുന്നത്, നാടൻ ബോംബ് എറിയുന്നത്. എന്തേ നാടൻ ബോംബിനെ കുറിച്ച് പറയാത്തത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴുന്ന ഒരു ദൃശ്യം അവരും കാണിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിൽക്കുന്നത് ഗ്രനേഡും ടിയർ ഗ്യാസും ഒക്കെ ആകാം. അത് സ്വാഭാവികമാണ്. സംഘർഷ സ്ഥലത്തേക്ക് ടിയർ ഗ്യാസും കൊണ്ടുവരില്ലേ? ഞങ്ങൾ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ വെടിവെച്ചിരുന്നു രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന പോലീസ്. ടിയർ ഗ്യാസും ഈ പറയുന്ന ഗ്രനേഡും ഇലക്ട്രിക് ബാറ്റണും ഒക്കെ ഉപയോഗിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും നേരിട്ട പാരമ്പര്യം ഇവിടെയുണ്ട്. ശിവദാസ മേനോന്റെ തല അടിച്ചു പൊട്ടിച്ച പാരമ്പര്യം ഇവിടുത്തെ UDF പോലീസിനുണ്ട്. ഞങ്ങളുടെ സഖാക്കളെ വെടിവെച്ച് കൊന്ന പാരമ്പര്യം ഇവിടുത്തെ പോലീസിനുണ്ട്. അതൊന്നും മറന്നു പോകരുത്. ശരി, അങ്ങനെയുള്ള പോലീസിനെതിരെ ശക്തമായ അങ്ങനെയുള്ള പോലീസിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ് പിണറായി സർക്കാർ. അതിലൊരു വലിയ കണക്ക് സഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കണക്ക് പുറത്തു പറയും, സഭയിൽ പറയുകയും അതിനുശേഷം ഇവരെ തിരികെ കയറ്റുകയുമാണോ ചെയ്യുന്നത്? വസീഫ്, വസീഫ് ചോദ്യത്തിനുത്തരം പറയൂ, ചോദ്യത്തിനുത്തരം പറയൂ വസീഫ്, ചോദ്യത്തിനുത്തരം പറയൂ. ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ കാണേണ്ടത്, സ്മൃതി ഇനി സൗകര്യം പോലെ, മറ്റാർക്കെങ്കിലും ബോധ്യപ്പെട്ടില്ലെങ്കിലും സൗകര്യം പോലെ പോലീസ് ലാത്തി ചാർജ് ഇൻ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഒന്ന് സെർച്ച് ചെയ്യുക കേരളത്തിൽ യൂട്യൂബിലോ മറ്റോ.
സെർച്ച് ചെയ്യുന്ന സമയത്ത് പോലീസ് ലാത്തി ചാർജുകളുടെ ഒക്കെ വിഷ്വൽസ് നന്നായിട്ട് കാണാം. അത് ഞങ്ങൾക്കെതിരെയുള്ളതും അവർക്കെതിരെയുള്ളതും ഒക്കെ കണ്ടോ? ആ കാഴ്ചയിൽ ഇപ്പോ ഈ ഷാഫിയും മറ്റുമൊക്കെ പുറത്തു വിട്ട വീഡിയോയും ഒന്ന് വെറുതെ അതും ഒന്ന് കാണുക, എന്നിട്ട് വിലയിരുത്തുക. അങ്ങനെ ഒരു വലിയ ലാത്തി ചാർജിലേക്ക് പേരാമ്പ്ര പോയിട്ടുണ്ടോ? പേരാമ്പ്രയിൽ പോലീസ് അങ്ങനെ ഭീകരമായ ലാത്തി ചാർജ് അല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എറണാകുളത്ത് നിന്ന് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ വേണമെങ്കിൽ ഒന്നും എടുത്തു കണ്ടോ. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാനൊന്നും പറഞ്ഞേക്കാം, തർക്കമൊന്നല്ല. നിങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പറയുന്നത് അതല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വിഷ്വൽസും ഈ അന്തരീക്ഷവും ഒക്കെ കാണുമ്പോൾ അവിടെ അങ്ങനെ ഒരു വലിയ ക്രൂരമായ അല്ലെങ്കിൽ വലിയ ഒരു അക്രമത്തിലേക്ക് പോലീസ് പോയിട്ടില്ല എന്ന ബോധ്യ ഞങ്ങൾക്കുള്ളത്. ആ ബോധ്യ ഞങ്ങൾക്കുള്ളത്. ഇനി പോലീസ് ആരെങ്കിലും തെരഞ്ഞു പിടിച്ച് അടിച്ചോ ഇല്ലേ, അന്വേഷണം നടക്കട്ടെ. അതും ഞാൻ പറയാം. അന്വേഷിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടോ, അഡീഷണൽ SP നേരിട്ട് പോയി ആരടുത്തേക്ക്, ഈ പറയുന്ന MP യുടെ അടുത്ത് പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോ, അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് സൗകര്യമില്ല എന്ന തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾ ചോദിക്ക്. പിന്നെ അന്ന് ഈ പരിക്ക് പറ്റി, ഇത്രയും വലിയ പരിക്കുണ്ട് എന്ന് പറഞ്ഞ ആള് നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും അന്നത്തെ ഷോ ഒക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജനത്തിനും ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും. ആ സംശയത്തിന്റെ കാരണം ഞാൻ പറഞ്ഞത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ. ഈ കേരളത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ പ്രവൃത്തിയും എന്താണ് എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേരാമ്പ്രയിൽ ആ സ്വൈര ജീവിതം, ആ നാടിന്റെ അന്തരീക്ഷം ഒരു ജനപ്രതിനിധി നേരിട്ട് ഇടപെട്ട് തകർക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. പേരാമ്പ്ര, കൊയിലാണ്ടി പാർട്ടിക്ക് സ്വാധീനമുണ്ടായ മേഖലകളിൽ ഷാഫി ഷോ നടത്തുന്നു. ആ ഷോ വോട്ടായി പോകുമോ എന്നുള്ള ആശങ്ക, അത് ഒരു സംഘർഷത്തിലേക്ക് പല ഘട്ടങ്ങളിലായി നീങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ നമ്മൾ കണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.